ടു ഹേർട്ട് യു എന്നാണ് പറയുന്നത്. അതായത് മറ്റൊരാളുടെ സജഷൻസോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്റ്റേറ്റ്മെന്റോ നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ആ സ്റ്റേറ്റ്മെന്റിനോ ആ സജഷനോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവറും ഇല്ല. നിങ്ങൾ അത് ഉള്ളിലേക്ക് എങ്ങനെയാണ് എടുക്കുന്നത് അതിനാണ് പവർ. അതായത് ഞാൻ നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറയാന്ന്, എന്തെങ്കിലും ഒരു കാര്യം ഞാൻ നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റേറ്റ്മെന്റോ ഒരു സജഷനോ പറഞ്ഞു. ഇവൻ നല്ലൊരു ഡ്രസ്സ് നിങ്ങൾ ഇട്ട് വന്നു ഇന്ന് രാവിലെ, ഞാൻ നിങ്ങളോട് പറയാണ് ഈ ഡ്രസ്സ് ഒരു കുറച്ചും കൂടി ബെറ്റർ ആവാം, ഇത് മോശമാണ് എന്ന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹേർട്ട് ആവും. എങ്ങനെ? നിങ്ങൾ അതേപോലെ തന്നെയാണ് ഉള്ളിലേക്ക് എടുക്കുന്നതുണ്ടെങ്കിൽ ഓക്കെ ഈ ഡ്രസ്സ് മോശമാണല്ലേ എന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾ അങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അങ്ങനെ തന്നെയായിരിക്കും തോന്നുക. അത് നിങ്ങളെ ഹേർട്ട് ചെയ്യും. അല്ലാതെ അവിടെ ശരിക്കും പറഞ്ഞാൽ ഹേർട്ട് ചെയ്തത് ഒരാളുടെ സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ അയാളുടെ സജഷനോ അല്ല, നിങ്ങൾ എങ്ങനെയാണ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് എടുത്തത് എന്നുള്ളതാണ് നിങ്ങളെ കൂടുതൽ ഹേർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ ചൂസ് റിജക്ട് ദാറ്റ് തോട്ട്സ്. അതായത് നിങ്ങൾക്ക് ആ തോട്ട്സ് റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റോ ഈ പറയുന്ന സജഷനോ നിങ്ങൾക്ക് റിജക്ട് ചെയ്യാം. അങ്ങനെ റിജക്ട് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ തോട്ട്സ് പോസിറ്റീവ് ആണ്. അതായത് നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾ ഇട്ട ഡ്രസ്സിൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്നത് ആണോ എനിക്ക് അങ്ങനെ തോന്നിയില്ലല്ലോ, എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടാ തോന്നിയില്ല എന്ന് നിങ്ങൾ തിരിച്ച് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിനെ തന്നെ ഫീഡ് ചെയ്തത് എന്താ? ഇന്ന് നീ അടിപൊളിയാണ്, ഇന്ന് കൊള്ളാം, ഇന്ന് നീ നന്നായിട്ട് ഡ്രസ് ചെയ്തിട്ടുണ്ട്, വെൽ ഡ്രസ്ഡ് ആണെന്ന് നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിനെ തന്നെ എന്താ ചെയ്യാണ്? ഫീഡ് ചെയ്യാണ്. അവിടെ നമുക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റും. അപ്പൊ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദി ഓൺലി പവർ ഈസ് ദി മൂവ്മെന്റ് ഓഫ് യുവർ തോട്ട്സ് എന്നാണ് പറയണത്. അതായത് നമ്മുടെ ചിന്തയുടെ മൂവ്മെന്റ് എങ്ങനെയാണോ അതാണ് നമ്മുടെ പവർ എന്നാണ് പറയുന്നത്. നമ്മൾ നല്ല രീതിയിലാണ് നമ്മുടെ തോട്ട്സിനുള്ളിലേക്ക് ഫീഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലായിരിക്കും. അപ്പൊ അത് ചൂസ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇത് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നാളെ എന്തൊരു സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ സമയത്ത് പോസിറ്റീവായി ഇരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ നിങ്ങൾ അതിനെ ഫീഡ് ചെയ്യാൻ നോക്കുക. ഒരിക്കലും പറയരുത് പിന്നെ നെവർ സേ ഐ കാണ്ട്, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല, എനിക്കിത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും പറയരുത്. ഐ കാണ്ട് എന്നുള്ളൊരു വേർഡ് നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഒരിക്കലും ഫീഡ് ചെയ്യരുത്. നമുക്ക് ചെയ്യാൻ പറ്റും, ഐ വിൽ ട്രൈ, അല്ലെങ്കിൽ ഐ വിൽ അഫോർഡ് ഇറ്റ്, അല്ലെങ്കിൽ ഐ ക്യാൻ അഫോർഡ് ഇറ്റ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു സ്ട്രീറ്റിൽ കൂടെ നടന്നു പോവാണ്, നല്ലൊരു ബാഗ് കണ്ടു, അപ്പൊ ഒരാൾ പറയാണ് അത് നല്ല ബാഗാണ്, അത് മേടിക്കാം. അപ്പൊ നമ്മൾ പറയണം അയ്യോ എനിക്കത് പറ്റില്ല, മേ ബി എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. മേ ബി അത് ട്രൂത്ത് ആയിരിക്കാം, നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, ഉറപ്പായിരിക്കാം. പക്ഷേ നമ്മൾ അതിനെ അയ്യോ എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് കൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിന് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മേ ബി അത് ട്രൂത്ത് ആയിരിക്കാം, പക്ഷെ നമ്മൾ ആ ഒരു വേർഡ് അവിടെ പറയരുത്. അവിടെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ ഫീഡ് ചെയ്യിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും അത് പറയരുത് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും, മേ ബി ഒരു 2-3 വീക്സിന്റെ ഉള്ളിൽ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും, എനിക്കത് മേടിക്കാൻ നോക്കാം. അല്ല നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ കയ്യിൽ കാശില്ല എന്നുള്ളൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ മണി ഉണ്ടാവും, ചിലപ്പോൾ വേറെ എന്തിനേലും കാര്യങ്ങൾക്ക് മാറ്റി വെച്ചിട്ടുള്ളതായിരിക്കാം. പക്ഷെ ആ സ്ഥലത്ത് നിങ്ങൾ അത് മേടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അത് മേടിച്ചതിന്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ അത്രയും പൈസ അതിനു വേണ്ടി ചെലവാക്കിയോ എന്നുള്ളൊരു ഗിൽറ്റ് ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾ നേടി എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അപ്പൊ ഇപ്പോഴും എനിക്കത് പറ്റും, എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു പോയിന്റില് നമ്മളെ മൈൻഡ് നമ്മളെ ആ പോയിന്റിൽ എത്തിക്കും. അപ്പൊ നമുക്ക് തോന്നും ഓക്കെ, ആ ഒരു കോൺഫിഡൻസ് നമ്മൾ നമുക്ക് തന്നെ കൊടുത്തോണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ സോളിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളാണ് ഒരു ഷിപ്പിനെ, നമ്മുടെ സോള് അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു ഷിപ്പാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളാണ് അതിന്റെ ക്യാപ്റ്റൻ. നമ്മളാണ് അതിനെ ഏത് ദിശയിലേക്കാണ് കൊണ്ടുപോകേണ്ടത്, അത് മുങ്ങിക്കണോ, അത് നല്ല രീതിയിൽ നല്ല ഡയറക്ഷനിലേക്ക് എത്തിക്കണോ എന്നുള്ളത് നമ്മളാണ് ചിന്തിക്കുന്നത്, നമ്മളാണ് കൊണ്ടുപോകുന്നത്, നമ്മളാണ് ക്യാപ്റ്റൻ. അപ്പോൾ നമുക്ക് പറ്റും എന്ത് ചിന്തിക്കാൻ, നല്ലത് ചിന്തിക്കാനും നല്ല ഡയറക്ഷനിലേക്ക് അത് എത്തിക്കാനും നല്ല രീതിയിൽ ചൂസ് ചെയ്യാനും നമുക്ക് പറ്റും, നല്ല ഡയറക്ഷൻ ചൂസ് ചെയ്യാനും നമുക്ക് പറ്റും. അപ്പൊ എന്ത് ചെയ്യാം? ഒരിക്കലും നെവർ സേ ഐ കാൻറ്റ്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യാം. എനിക്ക് പറ്റും, എനിക്കത് ചെയ്യാൻ പറ്റും, എനിക്ക് 2 ദിവസത്തിനുള്ളിൽ ഞാനത് ചെയ്യും. അത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാക്സിമം നമുക്ക് നമ്മൾ തന്നെ ഒരു പവർ കൊടുക്കുകയാണ് അത് ചെയ്യാനുള്ള. ആ പവറിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സ്ട്രെങ്ത് ഉണ്ട്. ആ സ്ട്രെങ്ത് നിങ്ങൾ ആ ഒരു പോയിന്റിൽ എത്തിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്കത് മനസ്സിലാവുക.
അടുത്തത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബിഗിൻ ടു തിങ്ക് ഫ്രം ദി സ്റ്റാൻഡ് പോയിന്റ് ഓഫ് ദി എറ്റേണൽ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ദി ലൈഫ് ആൻഡ് നോട്ട് ഫ്രം ദി സ്റ്റാൻഡ് പോയിന്റ് ഓഫ് ഫിയർ, ഇഗ്നോറൻസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻ. അതായത് നിങ്ങൾ ചിന്തിക്കുന്നത് എവിടെ നിന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? നല്ല രീതിയിൽ നിങ്ങൾ ഏത് നല്ല പോയിന്റിലാണോ നിൽക്കുന്നത്, ഏത് നല്ല പോയിന്റിലാണോ തുടങ്ങിയത്, ചിലപ്പോൾ പകുതി വെച്ച് ചിലപ്പോൾ ബ്രേക്ക് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ പ്ലാൻസ് ഒക്കെ പക്ക പൊളിഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോവില്ല എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ സ്റ്റക്ക് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിരിക്കാം. പക്ഷെ നിങ്ങൾ അവിടെ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ നിങ്ങളെ ഇഗ്നോർ ചെയ്ത സ്ഥലത്ത് നിന്ന്, അവിടെ നിന്നല്ലാതെ നിങ്ങൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ നിന്ന് സ്റ്റാൻഡ് ചെയ്യുക. അവിടെ സ്റ്റാൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് തിങ്ക് ചെയ്ത് തുടങ്ങുക, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ വീണ്ടും നമ്മൾ പഠിപ്പിക്കുകയാണ്, എനിക്കിത് വീണ്ടും ചെയ്യാൻ പറ്റും, ഇതെനിക്ക് പുതിയൊരു ഡോർ തുറന്നു തരികയാണ്, എൻ്റെ ലൈഫിൽ എനിക്ക് ഇനിയും എന്തൊക്കെയോ അച്ചീവ് ചെയ്യാനുണ്ട് എന്നുള്ളൊരു പവർ നമ്മൾ കൊടുക്കുന്നത് ഈ ചിന്തയിലൂടെയാണ്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഡു നോട്ട് ലെറ്റ് അതേഴ്സ് ഡു യുവർ തിങ്കിങ് ഫോർ യു. അതായത് നമുക്ക് വേണ്ടി മറ്റൊരാളെ ചിന്തിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കാതെ നമുക്ക് വേണ്ടി നമുക്ക് ചിന്തിക്കാം. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ പാർട്ട്ണറും ഇരിക്കുന്ന സ്ഥലത്ത് എനിക്ക് കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്നുണ്ട്. എനിക്ക് പാർട്ട്ണർ അത് ചെയ്തരുന്നുള്ളത് ചിന്തിക്കുന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് അങ്ങനെയും ചിന്തിക്കാം, അല്ലാതെ എനിക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റും, എൻ്റെ പാർട്ട്ണറിന്റെ ആവശ്യം എനിക്കില്ല, എനിക്കിത് തന്നെ അച്ചീവ് ചെയ്യാലോ, എനിക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റും, എനിക്ക് അങ്ങനെ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ആ സ്ഥലത്ത് ഞാൻ ചിന്തിക്കുകയാണോ, എൻ്റെ ഹസ്ബൻഡ് എനിക്ക് അങ്ങനെ ചെയ്തു തന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ എന്നെ അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച സാധനങ്ങൾ മേടിച്ചു തന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന സ്ഥലത്ത് നമുക്ക് വേറെ രീതിയിൽ ചിന്തിക്കാം. നമുക്കത് ജോലി ചെയ്ത് നമുക്കത് നേടിയെടുക്കാലോ. അവിടെ നമ്മൾ മറ്റൊരാളെ ചിന്തിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് തെറ്റ്. മറ്റൊരാൾ ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ രണ്ടാളുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഉണ്ടാവണം, അത് ഉണ്ടാവരുതെന്നല്ല ഞാൻ പറയുന്നത്. ഒരു സ്ഥലത്തുനിന്ന് മാത്രം എഫേർട്ട് ഉണ്ടാകുന്ന സ്ഥലത്ത് ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് രണ്ടാളുടെ ഭാഗത്തും രണ്ടാളുടെ രീതിയിലും നല്ല രീതിയിലുള്ള എഫേർട്ട് ഉണ്ടായിരിക്കണം. ഒരാളുടെ ഭാഗത്ത് മാത്രമല്ല എഫേർട്ട് വേണ്ടത്. അപ്പോൾ രണ്ടാളുടെ ഭാഗത്ത് എഫേർട്ട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷെ ഞാൻ പറയുന്നത് ആ മനുഷ്യൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആരാണോ അയാള് നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കണം, അയാള് നിങ്ങളെ ഹാപ്പി ആക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാമല്ലോ. അവിടെ നിങ്ങൾ എവിടെ സ്റ്റാൻഡ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നു അന്നു മുതൽ നിങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എനിക്ക് എന്റെ എക്സ്പീരിയൻസ് ഇത് മനസ്സിലായിട്ടുള്ളത്. നമ്മൾ ഇന്ന് നമുക്ക് വേണ്ടി ചിന്തിച്ച് മറ്റുള്ളവർ എന്തു പറയും, അല്ലെങ്കിൽ എന്നെ അവരിങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്നെ അവരിങ്ങനെ കളിയാക്കുമോ, അല്ലെങ്കിൽ പരിഹസിക്കാൻ ഒരുപാട് പേരുണ്ടായിരിക്കും. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ പരിഹസിക്കാനും ചുറ്റും കളിയാക്കാനും ഒരുപാട് പേരുണ്ടായിരിക്കും. പക്ഷെ അത് അങ്ങനെയല്ല, ഇങ്ങനെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം, മുന്നോട്ട് നീ പൊക്കോ എന്ന് പറയാൻ വേണ്ടിയിട്ട് വളരെ ചുരുക്കം ആൾക്കാരെ ഉണ്ടാവുള്ളൂ, വിരലിലുണ്ടാവുന്ന ആൾക്കാരെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുള്ളൂ. അവരെ ചേർത്ത് പിടിക്കുക, അവരായിരിക്കും നമ്മുടെ ലൈഫിൽ എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തരുന്നത്. കാരണം നമ്മൾ ഏറ്റവും ബാഡായിരിക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത്. നമുക്ക് വലിയ വലിയ വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ വലിയ വലിയ സമാധാനം പെടുത്തുന്ന വാക്കുകളോ ഒന്നും അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ചിലപ്പോൾ ജസ്റ്റ് ഒരു തോളത്തൊരു കൈയുണ്ട്, അല്ലെങ്കിൽ ഞാൻ വീണ് കഴിഞ്ഞാൽ താങ്ങാൻ ഇവിടെ ഒരാളുണ്ട് എന്നുള്ളൊരു തോന്നലായിരിക്കാം. ഒരു തലത്തിൽ അങ്ങനെ ഒരു തോന്നൽ പോലും ഉണ്ടാവണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം അങ്ങനെ താങ്ങാൻ ആളുള്ളടത്തേ നമ്മൾ വീഴുള്ളൂ എന്ന് പറയും. നമുക്ക് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേറ്റ് വരാനുള്ള ഒരു ധൈര്യം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറൊരാളും ഇല്ല എന്നുള്ളൊരു തോന്നൽ മാത്രമാണ്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ചിന്തിക്കുക, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ പ്രവർത്തിക്കുക, നിങ്ങൾ നല്ലത് ചൂസ് ചെയ്യുക, നല്ലത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പഠിപ്പിക്കുക, നല്ലത് നമ്മുടെ ഉള്ളിലേക്ക് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ബി പോസിറ്റീവ് എന്ന് പറയുന്നത് വേറെ ഒരു വേർഡല്ല. കാരണം നമ്മൾ പോസിറ്റീവായിട്ട് എന്തെടുക്കുന്നോ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഫീഡ് ആവുന്നു, നമ്മൾ അതിനെ പ്രോസസ് ചെയ്യുന്നു. നേച്ചറിന് ഒരു പവർ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരിക്കലും നേച്ചറിന് ഒരു ഇവൾ പവറോ ഒന്നുമല്ല, അതൊരു ഗ്രേസ് ആണെന്നാണ് പറയുന്നത്. ആ പവറിന് നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റും. നമ്മൾ ആ പവറിനെ ബിലീവ് ചെയ്യണം. അതായത് ഒരുപാട് നല്ല രീതിയിൽ വിശ്വസിക്കുക. മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മൊത്തമായിട്ട് വിശ്വസിക്കും. നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നടന്നു തന്നെയാണ് നമ്മൾ വിശ്വസിക്കുക, അല്ലെ? അതുപോലെ തന്നെ നമുക്ക് ഇനിയും ലൈഫിൽ നടക്കാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇനി എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് തന്നെ ചിന്തിക്കുക. അല്ലെങ്കിൽ അവിടെ ചെറിയൊരു സെൽഫ് ഡൗട്ട് പോലും പാടില്ല. അതെനിക്ക് ചെയ്യാൻ പറ്റുമോ, എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഞാൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം, എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ കുറച്ചും കൂടി ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും,
എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. നമ്മൾ നല്ലത് മാത്രം ചൂസ് ചെയ്യുക. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് വെക്കുക. അതിലൂടെ നമുക്ക് നമ്മളെ തന്നെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ് ഈ ബുക്സ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഈ ബുക്ക് കുറച്ചും കൂടി ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഓരോ സീരീസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നാണ് ആഗ്രഹം. നമുക്ക് അടുത്ത സീരീസിലൂടെ